എല്ലാവർക്കും ഷാബു കിച്ചണിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു അയിലയാണ്. അയില തിളപ്പിക്കാൻ വേണ്ടിയാണ് വെറൈറ്റി ആയിട്ട്. അപ്പോൾ ഇതിലിട്ട് വെക്കുന്നതെല്ലാം വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് അതുകൂട്ടി അതിട്ട് ഉലുവയിട്ട് ഉലുവയ്ക്ക് ശേഷം ഉള്ളിയിട്ട് ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി പിന്നെ വറ്റൽമുളക് അതിട്ട് മൂത്തിട്ടുണ്ട്. ഇട്ട് കൊടുക്കുന്നത് വെളുത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കും. വെളുത്തുള്ളി വെള്ളം ഒഴിച്ച് കൊടുക്കും. മുളക് പൊടി കാശ്മീരി മുളക് തണ്ട ഇതൊരു വെറൈറ്റി ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചതച്ച മുളക്, ഒരു തുള്ളി ഗരം മസാല, പിന്നെ മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇത്തരം വെളിച്ചെണ്ണയിട്ട് തിരുമ്മി വെച്ചതാണ്. അതും കൂടി ഇതിൽ ആഡ് ചെയ്യാനുണ്ട്. അത് ടേസ്റ്റാണ്. അപ്പോൾ ഓരോ ദിവസം ഒരേ വെറൈറ്റി ആയിട്ട് ചെയ്ത് നോക്കാനാണ്. കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തപ്പോൾ നല്ലതായിരുന്നു. അതുകൊണ്ട് ഇന്നിപ്പോൾ വീഡിയോയിൽ ഇടാമെന്ന് വെച്ചത്. ഇതിന് വെള്ളം ഒഴിച്ച് കൊടുക്കട്ടെ കേട്ടോ. ഞാൻ ഒഴിക്കുന്നത് പുളിവെള്ളമാണ് കേട്ടോ. പുളി തിളപ്പിച്ച വെള്ളമാണത്. അധികം നേരം പുളിക്കേഷൻ അതിൽ ഇട്ടേക്കണ്ട. പുളിയെല്ലാം സ്വത്തൊക്കെ ഇറങ്ങി വരുമോ വെള്ളത്തിൽ. കുറച്ച് നേരം തിളപ്പിച്ചെടുത്തിട്ട് മാറ്റി വെക്കുക. അരക്കിൽ മുറിക്കുക. ഇനി നമുക്ക് മീനിടാം കേട്ടോ. ഒന്ന് തിളച്ച് വന്നിട്ട് മീനിട്ട് കൊടുക്കുക. അപ്പോൾ പുളി വെള്ളം ഒഴിച്ചിട്ടുണ്ട്, പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ ആവശ്യത്തിന് പുളി നോക്കിയിട്ട് എടുത്ത് മാറ്റാം കേട്ടോ. 2-3 കഷ്ണമുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഉപ്പ് അവസാനം നോക്കിയാൽ മതി. അടച്ചു വെക്കട്ടെ കേട്ടോ. ഇവിടെ നിന്ന് തിളക്കട്ടെ. ഓക്കെ. അപ്പോൾ നമ്മുടെ അയില കറി മസാല ഇട്ട് പറ്റിച്ച കറി എവിടം വരെ നോക്കാം നമുക്ക്. തുറക്കട്ടെ. ആഹാ, അടിപൊളി, സൂപ്പറായിട്ടുണ്ട്. ടേസ്റ്റ് ചെയ്യാൻ നോക്കട്ടെ കേട്ടോ. ഒരു മിനിറ്റ്. എന്തെങ്കിലും കുറവുണ്ടോ കൂടുതലുണ്ടോ നോക്കട്ടെ. സൂപ്പർ എന്ന് പറഞ്ഞാൽ പോരാ, നല്ലത് തന്നെയാണ്. കാരണം എന്ന് വെച്ചാൽ ആ മസാലയുടെ ഇതിട്ട് ഞാൻ ആദ്യമായിട്ട് വെക്കുന്നതാണ്. അടിപൊളിയാണ് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സാധാരണ ചെയ്യുന്ന പോലെ വെളിച്ചെണ്ണ ഒഴിച്ച് കടുകിട്ട് പൊട്ടിയുമ്പോൾ ഉലുവ ഇട്ട് പിന്നെ അത് കഴിഞ്ഞ് ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചിയും കൂടി ഇടുക. മൂപ്പിക്കുക. 2 വറ്റൽമുളക് ഇടുക. അതിന് ശേഷം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചതായിരിക്കണം ചതച്ച മുളക്, ഒരു ഒത്തിരി ഗരം മസാല, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഒത്തിരി കുരുമുളക് പൊടി, വെളിച്ചെണ്ണ ഇട്ട് ചാലിച്ച് ഒരു ചാലിത്തായിട്ട് പോകരുത്. ഒരു കട്ട പോലെ എടുക്കുക. എന്നിട്ട് വറ്റൽമുളക് ഇട്ട് കഴിയുമ്പോൾ ഇതും കൂടി ഇട്ട് ഇളക്കുക. ഇത് വെള്ളം ഒഴിച്ചിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യുക. അന്നേരത്തിന് വെള്ളം ഒഴിച്ച് തിള വന്നു കഴിയുമ്പോൾ നമ്മൾ വെള്ളപ്പുളി ഇത്തിരി ഇട്ട് വെള്ളത്തിൽ തിളപ്പിച്ചായിരിക്കണം. ആ വെള്ളവും ആ പുളിയും കൂടി ഇടുക. പുളി 2-3 വർഷം മതി കേട്ടോ, അധികം വേണ്ട. ഇട്ട് ഇതുപോലെ അങ്ങോട്ട് ചട്ടിയിലാക്കിയാണ് വെക്കുക. ഇപ്പോൾ ഇത്രയും വരെ പറ്റിയെടുത്തേ. ഇനി ഒന്നും കൂടി ഒന്ന് പറ്റാനുണ്ട്. ഇപ്പോൾ ഇതല്ല, നാളെ രാവിലെ കറി എടുക്കുമ്പോഴാണ് എൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊക്കെ നമുക്കറിയാൻ പറ്റുന്നത്. മസാല ഗരം എല്ലാം കൂടി പിടിക്കും. എരിവുണ്ടാവും കേട്ടോ, നല്ല എരിവുണ്ടാവും. അപ്പോൾ അത് നോക്കുക. പെട്ടെന്ന് എടുത്ത് കഴിക്കാതെ നല്ല എരിവായിരിക്കും. അത് സൂപ്പറായിരിക്കും. വെച്ച് വാങ്ങും. ഓക്കെ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. കുറച്ച് ദിവസമായിട്ട് ഇത്തിരി പരിപാടിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ കണ്ടിന്യൂസ് ആയിട്ടുണ്ടാവും. അപ്പോൾ എല്ലാവരും ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ അറിയിക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. ഓക്കെ.